വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ഉത്തരേന്ത്യ മുഴുവൻ കലാപ കലുഷിതമായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കലാപം ഒന്ന് കേട്ടാലേ പല ആൾക്കാരുടെയും മുട്ടിടിക്കും. നമ്മളാണ് അത് കൊടുത്തതെന്നാണ് എന്റെ ഓർമ്മ. വേറെ ആരും കൊടുത്ത് ഞാൻ കണ്ടില്ല. അതുകൊണ്ടാണ് 1947 മുതലുള്ള കലാപങ്ങളുടെ ലിസ്റ്റ് ഇങ്ങോട്ടേക്ക് എടുക്കാനായിട്ട് അമിത്ഷാ പറഞ്ഞിട്ടുള്ളതും അതിനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ അമിത്ഷാ പുറപ്പെടുവിച്ചത്, ഇനി കലാപം ഉണ്ടാകാതിരിക്കാനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച വാർത്തയിൽ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തതാണ്. അതിനുശേഷമാണ് ഈ ഐ ലവ് മുഹമ്മദ് എന്ന് പറയുന്ന സെറ്റപ്പ് വരുന്നത്. കഴിഞ്ഞ ദിവസം ഈ യൂണിവേഴ്സിറ്റികളിൽ, അതായത് ഇവിടെ ഈ ജൻസിയെ തെരുവിലിറക്കാനുള്ള വലിയ പ്രക്ഷോഭം നടക്കുന്നത് യൂണിവേഴ്സിറ്റികളിലാണ്. ഈ യൂണിവേഴ്സിറ്റികളിൽ ഇവർ ഈ ആൾക്കാരെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞ മുദ്രാവാക്യം വിളിപ്പിക്കുന്ന ഒരു രീതി കഴിഞ്ഞ ദിവസം കണ്ടു. അപ്പൊ ഈ മുദ്രാവാക്യം, ആ യൂണിവേഴ്സിറ്റിയുടെ പേര് ഞാൻ മറന്നുപോയി, എന്തോ മൗലാന അങ്ങനെ എന്തോ ഒരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പൊ ഈ യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ മുദ്രാവാക്യം വിളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ദൃശ്യങ്ങളുണ്ട്. അതിന്റെ ഇവര് ഐ ലവ് മുഹമ്മദ് എന്നുള്ള മുദ്രാവാക്യം ഒച്ചത്തിൽ വിളിക്കുകയാണ്, എല്ലാവരും ചേർന്ന് വിളിക്കുകയാണ്. അതിന്റെ ഇടയിൽ ഒരൊറ്റ ഒരാള് ജയ് ശ്രീറാം എന്ന് പറഞ്ഞ മുദ്രാവാക്യം വിളിച്ചു. ഇതിന്റെ ഒരു ഗ്യാപ്പിൽ ഉടനെ തന്നെ ഈ മുദ്രാവാക്യം വിളിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് ഒഫൻഡഡ് ആയി. ജയ് ശ്രീറാം, ആരാണ് അത് വിളിക്കുന്നത് എന്നുള്ള രീതിയിൽ. അപ്പൊ ഇവരുടെ ഒരു ലൈൻ എന്ന് പറഞ്ഞാല്, ഇവരാണ് ജനാധിപത്യ സംരക്ഷകർ, ജനാധിപത്യവാദികൾ എന്ന് പറയുന്നത്. ഇവരുടെ ഒരു ലൈൻ എന്ന് പറഞ്ഞാല് ഇവരുടെ കാര്യങ്ങളോട് നമ്മൾ ചേർന്ന് നിൽക്കണം, അതാണ് അവരുടെ ജനാധിപത്യം. മറിച്ച് നമ്മുടെ കാര്യങ്ങളോടൊന്നും അവർ ചേർന്ന് നിൽക്കില്ല. നമ്മുടെ കാര്യങ്ങളോട് നമ്മൾ ചേർന്ന് നിന്നാൽ അവർക്ക് നമ്മൾ വർഗീയവാദിയാണ്. അതും വേറൊരു സെറ്റപ്പാണ്. ഇപ്പൊ കാന്താര മൂവിയുടെ റിവ്യൂ പറഞ്ഞതുപോലെയാണ്. മീഡിയ എഴുതിയിട്ടിട്ടുണ്ട് കാന്താര മൂവിയുടെ റിവ്യൂ. ഇതിൽ സംഘപരിവാറിന്റെ ഒരു സഹവർത്തിത്വം പ്രത്യക്ഷ രൂപത്തിൽ കാണാൻ കഴിയില്ലെങ്കിലും ഇത് ആത്യന്തികമായി വളയിടുന്നത് സംഘപരിവാർ തന്നെയാണ് എന്നുള്ള രീതിയിൽ. അതായത് ഇങ്ങനെയൊന്നും പടം എടുക്കാൻ പാടില്ല, പിന്നെ ഞങ്ങളിവിടെ പണിയെടുക്കുന്നതെല്ലാം വെറുതെ ആവും എന്നുള്ള രീതിയിലാണ് ഈ കാന്താര മൂവിയുടെ റിവ്യൂ അവർ പറയുന്നത്. അതായത് അവര് നമ്മുടെ ഐതിഹ്യങ്ങളെ കുറിച്ച് നമ്മളെ കൊണ്ട് സിനിമ എടുക്കാനും സമ്മതിക്കില്ല, എന്നാൽ ഇവരുടെ ഐതിഹ്യങ്ങളെ കുറിച്ച് ആരെങ്കിലും സിനിമ എടുത്തു കഴിഞ്ഞാൽ കൈയും കാലും വെട്ടി വിളയക്കളയും ചെയ്യും. അതാണ് ഇവരുടെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു രീതി എന്തായാലും കേരളത്തിൽ ഇപ്പോൾ വ്യാപകമായിട്ട് കണ്ടുവരുന്നുണ്ട്. പക്ഷെ ഉത്തർപ്രദേശിലായിരുന്നു ഇത് വ്യാപകമായിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇനി അത് നടക്കില്ല എന്നുള്ളതാണ്. കാരണം യോഗി ആദിത്യനാഥ് 2 ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓപ്പറേഷൻ ലാൻഗ്രായും ഓപ്പറേഷൻ ഖല്ലാസും. ഈ 2 ഓപ്പറേഷൻ എന്താണ്? യഥാർത്ഥത്തിൽ ഇനി കലാപം നടത്തുന്നവരുടെ നെഞ്ചിൽ ഒരു ഇടിമുഴക്കം കേൾക്കും ഈ ഇതെന്ന് പറയുമ്പോൾ. ഞാൻ മനസ്സിലാക്കുന്നത് ഓപ്പറേഷൻ ലാൻഗ്രായും ഓപ്പറേഷൻ ഖല്ലാസും കുറച്ച് കടുകട്ടിയായിട്ടുള്ള 2 ഓപ്പറേഷനുകളാണ് എന്നുള്ളതാണ്. അത് കേൾക്കും. പണ്ടൊക്കെ എൻകൗണ്ടർ ആയിരുന്നു, അറിയാലോ. ഇപ്പൊ എൻകൗണ്ടർ അല്ല, ഇപ്പൊ അതിലും മാരകമാണ്. ഇപ്പൊ ചില ആൾക്കാരൊക്കെ പറയില്ലേ, വെടിവെച്ച് കൊന്നു കഴിഞ്ഞാൽ ഒറ്റ പടപ്പിൽ അവന്റെ ജീവൻ പോകും. അപ്പൊ അങ്ങനെ ജീവൻ പോകാൻ പാടില്ല. അവൻ നരകിച്ച് കിടക്കണം. അവൻ എന്നിട്ട് ഇവനെ കാണുമ്പോ നമ്മുടെ രാജ്യത്തിനെതിരെ ഇറങ്ങാൻ പോകുന്ന എല്ലാവർക്കും ഓർമ്മ വരണം, ഇതായിരിക്കും എന്റെ അവസ്ഥ എന്നുള്ളത്. ആ രീതിയിലാണ് യോഗിയുടെ പോക്കെന്ന് പറയുന്നത്. എന്താണ് ഈ 2 ഓപ്പറേഷൻ, എന്താണ് സംഭവം ഉത്തർപ്രദേശിൽ നടക്കുന്നത്? ഉത്തർപ്രദേശില് യോഗി ആദിത്യനാഥിന് ഏറ്റവും കൂടുതൽ ജനപിന്തുണ കിട്ടുന്നത് അദ്ദേഹത്തിന്റെ ക്രമസമാധാന പരിപാലനത്തിന്. ഞാൻ 2000 അവിടെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്, 2001 കാലഘട്ടത്തിൽ. അപ്പൊ ആ യു പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകല് പോലും ഗുണ്ട ആക്രമണം നടക്കുകയാണ്. അവിടെ ഈ രാഷ്ട്രീയ പാർട്ടികളാണ് ഗുണ്ടകൾ. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളെ ഗുണ്ടകളെ പോലെ താരതമ്യം ചെയ്യാൻ നമുക്ക് അവിടെ കഴിയില്ല. ഇത് ഈ ഗുണ്ടകൾക്ക് ഓരോ പ്രദേശങ്ങൾ വീതിച്ചു കൊടുത്തിരിക്കുകയാണ്. അവരുടെ ഹസ്താപിരിവും മറ്റുള്ള കാര്യങ്ങളും ടാക്സ് ഒക്കെ പിരിക്കുന്നതും എല്ലാം അവർ തന്നെയാണ് നിയന്ത്രിക്കുന്നത്. കോടതിയും അവരാണ്, പോലീസ് സ്റ്റേഷനും അവരാണ്, എല്ലാം അവരാണ്. ഓരോ ഗുണ്ടരാജ്. അപ്പൊ ഒരു സ്ഥലത്ത് ഏരിയ തിരിച്ചങ്ങ് കൊടുക്കുക, ബലാത്സംഗം, കൊള്ളിവെപ്പ്, കൊലപാതകം, ഇതൊക്കെ അവിടെ ഒരു വലിയ വാർത്തയൊന്നുമല്ല. നമ്മൾ എല്ലാ MLA-മാരുണ്ട്. കാരണം ഇവരെ ഇപ്പൊ പാർട്ടിക്കാർ അവിടെ നിന്ന് വിളിച്ച് പറയും നമുക്കെതിരെ ഒരുത്തൻ സംസാരിക്കുന്നുണ്ട്, അവനെ തീർക്കണം എന്ന് പറയുമ്പോൾ ഈ ടീമാ പോകുന്നതും ഒക്കെ. ഇവർക്കങ്ങനെ പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല, അവരുടെ തണലിൽ വളരുന്നവരാണ്, ഒരുപാടുണ്ട്. അപ്പോൾ ആളിങ്ങനെ കൂടി നിൽക്കും. എന്താ സംഭവം ചോദിക്കുമ്പോൾ ഒരുത്തന്നെ കൊന്നിട്ടിരിക്കുന്നു, ആരാണെന്ന് ചോദിക്കുമ്പോൾ ആരും മിണ്ടില്ല, ഭയന്ന്. കാരണം അവന്റെ ഏരിയ ആണത്. ഇപ്പൊ യോഗി ആദിത്യനാഥ് അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിന് തോന്നി ഈ സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം ക്രമസമാധാനം തകർച്ചയാണ്. കാരണം ക്രമസമാധാനം തകർന്ന ഒരു രാജ്യത്തിലേക്കും സംസ്ഥാനത്തിലേക്കും നിക്ഷേപങ്ങൾ വരില്ല, വികസനം നടക്കില്ല, അപ്പൊ ഒരാളും വരില്ല. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന യോഗി പണി തുടങ്ങുന്നത്. അവിടെ ആദ്യമായിട്ട് അദ്ദേഹത്തിന് ഇത് മനസ്സിലായി. കാരണം യോഗിയെ സംബന്ധിച്ച് പുള്ളിക്ക് അവിടെ പ്രത്യേകിച്ച് ഗുണ്ടകളെ വളർത്തേണ്ട ആവശ്യം അവർക്കില്ല. ഗുണ്ട സെറ്റപ്പിനും അവർക്ക് അതിന്റെ ആവശ്യം അദ്ദേഹത്തിനില്ല. കാരണം അദ്ദേഹം ഒരു സന്യാസി വര്യൻ കൂടിയാണ്. അവിടെ നല്ലൊരു ഭരണം കാഴ്ചവെക്കണമെന്ന് മാത്രമേ അദ്ദേഹത്തിന് ആഗ്രഹമുള്ളൂ. അങ്ങനെ അദ്ദേഹം കയറിയതിനു ശേഷം അദ്ദേഹം ഒരു മുന്നറിയിപ്പ് കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, ഗുണ്ടകളോട് പറഞ്ഞു, നിങ്ങൾ കീഴടങ്ങണം, ഇല്ല എങ്കിൽ എനിക്ക് പൊക്കിക്കൊണ്ട് പോകേണ്ടി വരും എന്ന് പറഞ്ഞു. പോലീസുകാരോട് എല്ലാ പോലീസ് സ്റ്റേഷനും വിളിച്ച് പറഞ്ഞു, ഇവിടെ ഈ പ്രശസ്ത ഗുണ്ടകളുടെയൊക്കെ ജാമ്യത്തിലൊക്കെ പോയിട്ട് മുങ്ങി നിൽക്കുന്നവരോടും അല്ലാത്തവരോടും പോലീസ് സ്റ്റേഷനിൽ വന്ന് പേര് രജിസ്റ്റർ ചെയ്ത് നമ്പരും വാങ്ങി പൊക്കളാൻ പറയൂ, നിങ്ങളുടെ നമ്പർ എത്തുമ്പോൾ ഞാൻ വിളിച്ചോളാം എന്ന് പറയാൻ പറഞ്ഞു. ഇത് ആദ്യമൊക്കെ പറഞ്ഞിട്ട് ഇതാരും കേട്ടില്ല. അങ്ങനെ
2020 ആയപ്പോഴേക്കും ഈ യോഗി പോലീസിനകത്ത് തന്നെ ഒരു ആന്റി ടെററിസ്റ്റ് വിങ്ങിനെയും ആന്റി ഗുണ്ട വിങ്ങിന്റെ ഒരു ഇതിനെയും അതായത് വളരെ കൃത്യതയോടെ വെടിവെക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം അതിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് അങ്ങനെ 2 വിഭാഗങ്ങളൊക്കെ തിരിച്ചു. 2020 ഈ ഇവിടെ ഒരു വലിയ നരേറ്റീവ് നടക്കുന്നുണ്ട് യോഗിയെ കുറിച്ച്. യോഗി ഈ എൻകൗണ്ടർ നടത്തുന്ന മുഴുവൻ മുസ്ലിം സമുദായത്തിനെതിരാണെന്നുള്ളതാണ്. അത് തികച്ചും തെറ്റാണ്. അത് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. അത് ഈ പച്ചക്കള്ളം പറയുന്നതിന് ഒരു അതിര് വേണ്ടേ? അത് ഇപ്പൊ പറയുന്നില്ല ആരും ഇപ്പൊ അത്. കാരണം ഞാനത് പറഞ്ഞുതരാം, അത് ഞാൻ വിശദമാക്കി തരേണ്ടതുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഓപ്പറേഷന് പോകാം. ഈ ഓപ്പറേഷൻ വളരെ രസകരമായ ഒരു ഓപ്പറേഷനാണ്, കിടിലം ഓപ്പറേഷൻ എന്ന് പറയാം. എനിക്ക് തോന്നുന്നത് ലോകത്ത് തന്നെ ആദ്യത്തെ 2 ഓപ്പറേഷൻ ഇപ്പൊ യോഗി നടത്തിക്കൊണ്ടിരിക്കുക. അതിനെക്കുറിച്ച് പറയാം. അതിനു മുമ്പ് ഞാൻ അവിടുത്തെ ഒരു ബ്രീഫായിട്ട് ഇച്ചിരി കാര്യങ്ങൾ പറയാം. ഈ അങ്ങനെ 2020 അവിടെ വികാസ് ദുബെ എന്ന് പറയുന്ന ഒരു ഗുണ്ട നേതാവ്, വലിയ ഗുണ്ട നേതാവാണ്, 8 പോലീസ് ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തിയിട്ടുള്ള നേതാവാണ് ഈ വികാസ് ദുബെ. ഈ വികാസ് ദുബെയെ യോഗിയുടെ പോലീസ് എൻകൗണ്ടറിൽ കൊല്ലുന്നു. എൻകൗണ്ടറിൽ കൊല്ലുന്നു കഴിയുമ്പോഴത്തേനും, അതായത് ജയിലിലേക്ക് കൊണ്ടുപോകുന്ന വഴി ഇദ്ദേഹം രക്ഷപ്പെടാൻ ശ്രമിച്ചു. അപ്പൊ പോലീസ് വെടിവെച്ച് കൊന്നു എന്നാണ് ഔദ്യോഗിക ഭാഷ്യം. ഇതോടുകൂടി അവിടുത്തെ ബ്രാഹ്മണ സമുദായം യോഗിക്കെതിരായി തിരിയുന്നു. ബ്രാഹ്മണ സമുദായത്തിന്റെ, കാരണം ബ്രാഹ്മണ സമുദായം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തോട് താരതമ്യം ചെയ്യരുത്. 10% യു പിയിലെ യാദവരും 10% ബ്രാഹ്മണരും 10%. അപ്പൊ അവരെ കൂട്ടാതെ ആർക്കും ഭരിക്കാൻ കഴിയില്ല, അത്ര സ്ട്രോങ് ആണ് അവിടെ അവർ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. കാരണം ഈ വികാസ് ദുബെ എന്ന് പറയുന്ന ആള് ഒരു ബ്രാഹ്മണ ആളായിരുന്നു, ബ്രാഹ്മണനാണ്. പിന്നെ ഇവരുടെ ഈ സമുദായത്തിന് വേണ്ടി പലതും ചെയ്തു കൊടുക്കുന്ന ആളാണ്. അതുകൊണ്ട് വലിയ പ്രശ്നവും പ്രതിഷേധം വന്നു. BJPക്കുള്ളിൽ തന്നെ ചില പറഞ്ഞു യോഗി ശരിയായില്ല എന്നൊക്കെ പറഞ്ഞു. യോഗി അപ്പൊ ചോദിച്ചൊരു ചോദ്യമുണ്ട്, അതിനാണ് യോഗിക്ക് മാർഗം കൊടുക്കുന്നത്. യോഗി ചോദിച്ചു, ശരി ബ്രാഹ്മണനാണ്, ഞാൻ ചെയ്തത് തെറ്റാണ് എങ്കിൽ അയാൾ ആരെയാണ് കൊലപ്പെടുത്തിയത്, അയാളുടെ പേരൊന്ന് പറയൂ എന്ന് പറഞ്ഞപ്പോൾ അയാൾ കൊന്ന പോലീസ് ഓഫീസർ ഒരു ബ്രാഹ്മണനായിരുന്നു. അപ്പൊ ചോദിച്ചു, ഈ ബ്രാഹ്മണന്റെ ചോരയ്ക്ക് ആരാണ് ഉത്തരവാദി? ശരി, ഞാൻ ദുബൈ കൊന്നതാണല്ലോ നിങ്ങൾ പറയുന്നത് തെറ്റ്. ഇപ്പൊ ഇള് കൊന്ന ബ്രാഹ്മണന്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഒന്നും മിണ്ടാൻ പറ്റിയില്ല. അതിനുശേഷം ഇങ്ങോട്ട് കൊലപ്പെടുത്തിയോട് ലിസ്റ്റ് ചെയ്യാൻ പറയാം. മെയിൻ ഗുണ്ടകളുടെ കാര്യം ഞാൻ ഈ പറയുന്നത്. ലോക്കൽ ഗുണ്ടകൾ വേറെ ഏതാണ്ട് 239 പേര് വരെ കൊലപ്പെടുത്തിയിട്ടുണ്ട് എൻകൗണ്ടറിൽ. അത് പ്രധാനപ്പെട്ട ഇത് നോക്കൂ, ഇതിനകത്ത് എത്ര മുസ്ലിങ്ങളുണ്ടെന്ന് നമുക്ക് നോക്കാം. വികാസ് ദുബെ ബ്രാഹ്മണനാണ്, നമ്പർ 1 ഗുണ്ടയാണ്. ഒരു ആസാദ് അഹമ്മദ് ഗുണ്ടയാണ്, കൊലപ്പെടുത്തിയിട്ടുണ്ട്. 2023 പ്രകാശ് ശുക്ല, മോട്ടി സിംഗ്, വിനോദ് കുമാർ സിംഗ്, ഒരു ഹംസ 2021 കൊലപ്പെടുത്തിയത്. ഇനി ഈ വികാസ് ദുബെയെ പോലെ എല്ലാവരും ഞെട്ടിയ ഒരു കൊലപാതകമായിരുന്നു ആദിഖ് അഹമ്മദ്. ഈ ആദിഖ് അഹമ്മദിന്റെ കാര്യം പ്രേക്ഷകർ മറക്കാനിടയില്ല. കാരണം മുംബൈയിൽ നിന്ന് ഇദ്ദേഹത്തെ ജയിലിൽ നിന്ന് ഇറക്കി ഈ UP ഇദ്ദേഹത്തെ കൂടുതൽ കാര്യങ്ങൾ 100 കേസുണ്ട് ഈ ആദിഖ് മുഹമ്മദിന്. വലിയ മാഫിയ തലവനാണ്. അപ്പൊ എനിക്കറിയാം നമ്മുടെ കേരളത്തിലെ ചാനലുകാരൊക്കെ ലൈവായിട്ട് പുറയിൽ കാറിനകത്ത് ക്യാമറയും വെച്ചിട്ട് അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ നമ്മുടെ കേരളത്തിൽ. സരിതയുടെ കാസറ്റിന് വേണ്ടി പോവുക, അതുപോലെ തന്നെ ഗുണ്ടകളെ ഇറക്കിക്കൊണ്ടിരുമ്പോൾ അവരുടെ പിന്നാലെ പോവുക, ഗുണ്ട എവിടം വരെ എത്തുന്നു എന്നുള്ളത്. അപ്പം ഇങ്ങനെ ആ ചടങ്ങിന്റെ ഭാഗമായിട്ട് ഇവർ പോകുന്നു. അതായത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം UPയിലെത്തും, ഇതാ ഇപ്പോൾ ഒരു പാലം കിടന്നിരിക്കുന്നു, തട്ടുകട ഇറങ്ങുന്നു, ചായ കുടിക്കുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയി. അങ്ങനെ ആദിഖ് മുഹമ്മദിനെ അവിടെ കൊണ്ടുവന്നു. അതിനുശേഷം ആദിഖ് മുഹമ്മദിനെ വൈദ്യപരിശോധന നടത്തുന്നതിന് വേണ്ടി കൊണ്ടുപോകുന്നു. ആ വൈദ്യപരിശോധന നടത്താൻ കൊണ്ടുപോകുമ്പോൾ അവിടേക്ക് ക്യാമറയൊക്കെ തൂക്കി 3 ചെറുപ്പക്കാരെത്തുന്നു, ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞെത്തുന്നു. അവര് ഈ വാഹനത്തിൽ നിന്നിറങ്ങുന്ന ആദിഖ് മുഹമ്മദിനെ തുരുതുരാ വെടിവെക്കുന്നു. ആദിഖ് മുഹമ്മദും അദ്ദേഹത്തിന്റെ സഹോദരനും ഒരു അംഗരക്ഷകനും ഉൾപ്പെടെ 3 പേർ അവിടെ കൊല്ലപ്പെടുന്നു. അപ്പോഴേക്കും ഇവിടെ അടുത്ത കഥ ഇറക്കാൻ തുടങ്ങി. യോഗിയുടെ പോലീസ് ഗുണ്ടകളെ വെച്ചിട്ട് കൊലപ്പെടുത്തുന്നു. എന്നാൽ പിന്നെ അവർക്ക് കൊന്നൂടെ? അപ്പൊ ഈ കേരളത്തിലെ ചാനലുകൾ ഉൾപ്പെടെ ഇതിന്റെ പുറകെ ലൈവായിട്ട് പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആദിഖ് അഹമ്മദിനൊന്നും സംഭവിക്കരുത്, ലൈവായിട്ട് പോകുമല്ലേ, അപ്പൊ പിന്നെ പോലീസിന് കൊല്ലാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ലൈവായിട്ട് പോകുന്നത് കൊലപ്പെടുത്താതിരിക്കാൻ വേണ്ടി സുരക്ഷയായിട്ടാണ് ഇവിടുത്തെ ക്യാമറാമാർ പോയിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ ചാനലുകളുടെ കാണിച്ചുകൊണ്ടിരിക്കുക. അവിടെ ചെന്നു എല്ലാവരും നോക്കി നിൽക്കാതെ തന്നെ 3 പേര് കൊന്നു. ഈ കൊന്നവര് എന്തിനാണ് കൊലപ്പെടുത്തിയതെന്ന് കോടതി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്കൊരു പേരും പ്രശസ്തിയും കിട്ടാനാണ് കൊന്നതെന്ന് പറഞ്ഞു. അല്ലാതെ അവർക്ക് ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല, ഞങ്ങൾക്കൊന്ന് പേരെടുക്കണം. കാരണം ഇത്രയും വലിയൊരു ഗുണ്ടയെ കൊല്ലുമ്പോൾ അങ്ങനെയാണല്ലോ, ഒരു സ്ഥലത്ത് ഒരു ഗുണ്ട മരിക്കുമ്പോൾ ആ ഗുണ്ടയെ കൊന്നവൻ ഒരു മറ്റൊരു സേതുമാധവനായി മാറുകയാണ്. അതിനു മുമ്പ് യോഗി ആദിത്യനാഥ് കൃത്യമായിട്ട് പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ആദിഖ് മുഹമ്മദിന്റെ സാമ്രാജ്യത്തെ ഞാൻ മണ്ണിനടിയിലാക്കുമെന്ന്, മിട്ടി മേ മിൽ ജായേഗ എന്ന് അതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ മാധ്യമങ്ങൾ അതിൽ ചാടി പിടിച്ചു, കണ്ടോ യോഗി അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ ചാടി പിടിച്ചു. അല്ല, പുള്ളി അത് ചെയ്തു, നേരത്തെ മിട്ടിയിലാക്കി. ഇദ്ദേഹത്തിന് വലിയ കോളേജ് ഉണ്ടായിരുന്നു, ഏക്കർ കണക്കിന് സാമ്രാജ്യം ഉണ്ടായിരുന്നു, അതെല്ലാം ഇടിച്ചു ദൂരെ കളഞ്ഞു നേരത്തെ തന്നെ.
ഈളൊന്നും ചെയ്തിട്ട് ഇയാൾ ജയിലിൽ കിടക്കുകയല്ല മഹാരാഷ്ട്ര, ഈളൊന്നും ചെയ്തിട്ടൊന്നുമില്ല. നേരത്തെ തന്നെ അതൊക്കെ പുള്ളി തീർത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇങ്ങനെ കൊലപ്പെടുത്തി. ഇതാണ് ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട അവിടെ നടന്ന കൊലപാതകം. ഇനി ഇതിനകത്ത് എത്ര മുസ്ലിംസ് ഉണ്ട്? ആകെ 2-3 പേര് മാത്രമാണ്. ബാക്കിയുള്ളതെല്ലാം ഹിന്ദുക്കളാണ് കൊന്നത്. ഹിന്ദുക്കളായിട്ടുള്ള ക്രിമിനൽസിനെയാണ് അവിടെ കൊന്നത്. ഇനി ഈ ഓപ്പറേഷൻ ലാംഗ്രയും ഓപ്പറേഷൻ കല്ലാസും എന്താന്ന് പറയാം. ഓപ്പറേഷൻ ലാംഗ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് അദ്ദേഹം നോക്കുമ്പോൾ അദ്ദേഹം ഈ 2017 അധികാരത്തിലേറിയത്. 8 വർഷമേ ആയിട്ടുള്ളൂ ഇപ്പോൾ അധികാരത്തിൽ വന്നിട്ട്. അപ്പോൾ ആദ്യം ഒന്ന് ക്ലിയർ ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് പുള്ളി അവിടെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കും, ഒന്ന് റിഫ്രഷ് ചെയ്യും. ഈ ഗുണ്ടകളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് തലപൊക്കി വരുമ്പോൾ എല്ലാം ഒന്നുകൂടെ ഒന്ന് അടിച്ച് റെഡിയാക്കും. അപ്പോൾ മരുവിന് കുറച്ചു നാളത്തേക്ക് അനങ്ങത്തിൽ. ഇതാണ് അവിടുത്തെ ഒരു സ്റ്റൈല്. ഇപ്പൊ വീണ്ടും അത് തുടങ്ങിയിരിക്കുകയാണ്. അത് ഈ ഓപ്പറേഷൻ ലാംഗ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറ്റവാളികളെ മുട്ടിന് താഴെ വെടിവെച്ച് അവരെ ജീവിതകാലം മുഴുവൻ മുടന്തനാക്കി നടത്തുക എന്നുള്ളതാണ് ആ ഓപ്പറേഷന്റെ അതിനുവേണ്ടി നടത്തുന്ന ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ലാംഗ്ര. ഓപ്പറേഷൻ ഖല്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ വെടിക്ക് തന്നെ കാലുപുരിക്ക് അയക്കുക, അതായത് അവനെ പടമാക്കുക എന്നുള്ളതാണ് ഓപ്പറേഷൻ ഖല്ലാസ്. അങ്ങനെ 2 ടൈപ്പ് ഓപ്പറേഷനാണ് ഇപ്പോൾ യു പിയിൽ ഇന്നലെ മുതൽ നടന്നത്. ഇതുവരെ 4 പ്രമുഖരായ ഗുണ്ടകൾ കാലപുരി പൂകി കൊല്ലപ്പെട്ടു. 25ഓളം പേർ മുട്ടിന് താഴെ പരിക്ക് പറ്റി മുടന്തരായി പോകുന്നതിന്റെ വീഡിയോ ഇടതടവില്ലാതെ യു പി പോലീസ് അവരുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ട്. ഇത് 2 രീതിയിലുള്ള ഓപ്പറേഷൻ, 2 എൻകൗണ്ടറുകളാണ്. യോഗിയുടെ പോളിസി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, കുറ്റവാളികൾക്ക് മരണമാണ് ശിക്ഷ, അതിൽ കുറഞ്ഞിട്ടുള്ള ശിക്ഷകളൊന്നും കുറ്റവാളികൾ അർഹരല്ല. യു പിയില് അനവധി കേസുകളിലെ പ്രതികൾ മുങ്ങി നടക്കുന്നു. ഇവർ തന്നെയാണ് ഇവിടെ പ്രശ്നം. ഈ കലാപങ്ങൾക്ക് എങ്ങനെയാണ് ഈ കലാപം വലിയ സംഘർഷത്തിലേക്കും വെടിവെപ്പിലേക്കും പോകുന്നത് വെച്ചാൽ, ആ കലാപങ്ങളുടെ ഒരു ഹോൾസെയിലായിട്ട് എടുക്കുന്നത് ഈ ഗുണ്ടകളാണ്. ഈ ജനം ഫ്രണ്ടിൽ നിന്ന് ജയ് വിളിക്കാനും പിന്നെ വണ്ടിക്ക് കല്ലെറിയാനും ഒക്കെ ഉണ്ടാകും. പക്ഷെ ഇവിടെ നിന്നിട്ട് ഇതിനകത്ത് തന്നെയുള്ള ഈ കലാപം ആക്കി മാറ്റണമല്ലോ ഈ പിന്നെ പ്രതിഷേധങ്ങളെ. അപ്പം ഇങ്ങനെയുള്ള ഗുണ്ടകളുടെ സപ്പോർട്ടിലാണ് ഇത് ചെയ്യുന്നത്. കാരണം അരാജകത്വം ഉണ്ടായി കഴിഞ്ഞാൽ ഗുണ്ടകൾക്ക് വീണ്ടും മടങ്ങി വരാം, അവരുടെ പഴയ സ്വർഗം വീണ്ടെടുക്കാം യു പിയില്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് യോഗി ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നും കൂടി നമ്മൾ അറിയണം. ഇതിനെ പല കാറ്റഗറിയായി തിരിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അതായത് മീററ്റാണ് യു പിയിലെ ഏറ്റവും വലിയ ഗുണ്ടകളുടെ സാമ്രാജ്യം. മീററ്റ് മുതൽ മുസഫർ നഗർ വരെ ഒരു ഡിവിഷനാണ്. അവിടെ ഒരു ഓപ്പറേഷൻ. ഫറൂഖാബാദ് മുതൽ ഫിറോസാബാദ് വരെ ഒരു ഓപ്പറേഷൻ. അങ്ങനെ വിവിധ ഡിവിഷനുകളൊക്കെ തിരിച്ചുകൊണ്ടാണ് ഈ ഓപ്പറേഷൻ നടക്കുന്നത്. ഇനി ഇതിനകത്ത് കൊല്ലപ്പെട്ടവർ ആരൊക്കെ നോക്കാം. ആദ്യം കൊല്ലപ്പെടുന്നത് മഖൻപൂരിൽ ഒരു നരേഷ് എന്ന് പറയുന്ന ഒരു ഗുണ്ടയാണ്. 30 കേസിലെ പ്രതിയ, കള്ളന, മോഷണ പ്രതിയ. പിടികിട്ടാപ്പുള്ളിയായിട്ട് വിലസി നടക്കുക, ജാമ്യത്തിൽ വരും, ഇറങ്ങും, പൊങ്ങും, ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. ഇപ്പോഴും മോഷണം തകൃതിയായി നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് നരേഷ്. രണ്ടാമത് സഹാറൻപൂരിൽ ഇമ്രാൻ 13 കവർച്ചക്കേസിലെ പ്രതിയ, കൊല്ലപ്പെട്ടു. മുസറാഫാദാബാദിൽ മെഹദൂബ് എന്ന് പറയുന്ന ഒരു ഗുണ്ടയും നയിം ഖുറേഷി എന്ന് പറയുന്ന ഒരു ഗുണ്ടയും, ഇവർ 2 പേരും പോലീസുമായിട്ട് 30 മിനിറ്റ് നേരം വെടിവെപ്പ് നടത്തി, ഏറ്റുമുട്ടി. അതിനുശേഷമാണ് കൊല്ലപ്പെട്ടത്. ഈ 8 വർഷത്തിനിടെ യോഗി ആദിത്യനാഥ് നടത്തിയത് 14,000 എൻകൗണ്ടറുകളാണ്. 14,000. കൊല്ലപ്പെട്ടത് 239 കൊടും ക്രിമിനലുകൾ. മുട്ടിന് താഴെ വെടിയേറ്റ് മുടന്തി നടക്കുന്ന കുറ്റവാളികൾ 9,467 പേർ. അകത്തായവർ, അതായത് ജയിലിലായവർ 30,694 പേർ. ഇത്രയും പേരെയാണ് ഇത്രയും വർഷത്തിനുള്ളിൽ. ഇനി ഇത്രയും പേരെ അകത്തിടുകയും അവരുടെ സാമ്രാജ്യങ്ങൾ അടക്കുകയും ചെയ്തപ്പോൾ യു പി സർക്കാരിന് കിട്ടിയത് ചെറുതൊന്നുമല്ല, ഏക്കർ കണക്കിന് ഭൂമിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ പ്രമുഖ ഗുണ്ടയായ 100 കേസിലെ പ്രതിയായ ആത്തിഖ് അഹമ്മദിൻ്റെത് ടൗണിൽ തന്നെയുള്ള 69 ഏക്കർ സ്ഥലമാണ് പിടിച്ചെടുത്തത്. ഈ പിടിച്ചെടുക്കുന്ന സ്ഥലങ്ങൾ യോഗി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടികൾക്ക്, യൂത്തിന്, ചെറുപ്പക്കാർക്ക് കളിക്കാനുള്ള കളിസ്ഥലം, ചില പഞ്ചായത്തിനൊന്നും കളിസ്ഥലം കാണത്തില്ല, അവർക്ക് കളിസ്ഥലമായി വിട്ടുകൊടുക്കും. അതുപോലെ തന്നെ ഗ്രൗണ്ടിന് വിട്ടുകൊടുക്കാറുണ്ട്, അതുപോലെ തന്നെ കോളേജുകൾക്ക് വിട്ടുകൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത് ചെയ്യുന്നത്. അതായത് ഒരു പഞ്ചായത്തിന് ഗ്രൗണ്ട് ഇല്ല എങ്കിൽ അവിടുത്തെ ഗുണ്ടയെ പിടിച്ചിട്ട്, ഈ ഗുണ്ട അനധികൃതമായിട്ടാണ് ഈ വസ്തുക്കൾ പിടിച്ചെടുക്കുന്നത്, അല്ല ഗുണ്ട ജോലി ചെയ്ത് പണം സമ്പാദിച്ചിട്ടല്ലല്ലോ സ്ഥലം മേടിക്കുന്നത് ഗുണ്ടകളാകുമ്പോൾ. അപ്പൊ അവരിങ്ങനെ പിടിച്ചെടുക്കുന്ന സ്ഥലമാണ്. ഇവനെ തട്ടി കഴിഞ്ഞിട്ട് ഇവന്റെ വസ്തു എടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എന്താ പഞ്ചായത്തിന് ഗ്രൗണ്ട് ഇല്ല, ശരി ഇതാ ഇവന്റെ ഇത്രയും സ്ഥലമുണ്ട്, അവിടെ നിങ്ങൾ കളിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന ഒരു പരിപാടിയാണത്. ഏതായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം ഇങ്ങനെയാണ് യോഗി യു പിയിൽ അവിടുത്തെ ക്രിമിനൽ അടിച്ചൊതുക്കുന്നത്. അതുകൊണ്ടാണ് ഈ യു പി ശാന്തമാകുന്നതും ഒരു ഇല പോലും അവിടെ അനങ്ങാത്തതും. പുറത്തു നിന്ന് അനവധി വൻകിട കമ്പനികൾ അവിടെ നോയിഡയിൽ അടക്കം വന്നിട്ട് വ്യവസായത്തിന് വലിയ പണം മുടക്കുന്നതും. അപ്പം ഇതൊരു വലിയ ഓപ്പറേഷൻ. ഇന്ത്യയിൽ തന്നെ ഇത്രയും ഗട്ട്സോടുകൂടി ഈ ഗുണ്ടകളെ അമർച്ച ചെയ്യാനായിട്ട് ഇറങ്ങിപ്പുറപ്പെടുന്ന ഒരു മുഖ്യമന്ത്രി വേറെ ഇല്ല എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിന്റെ പോളിസി തന്നെ ക്രിമിനലുകൾക്ക് ശിക്ഷ മരണമാണ്. കേരളത്തിലാണെങ്കിൽ ഇത് നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ?
ഇവിടെങ്ങാനും ഒരു പോലീസുകാരൻ ഒരു ഗുണ്ടയെ തല്ലിക്കഴിഞ്ഞാൽ ഈ മനുഷ്യാവകാശ സംഘടന രംഗത്തെത്തും, രാഷ്ട്രീയ പാർട്ടികളുടെ രംഗത്തെത്തും, ഫേസ്ബുക്ക് മുഴുവൻ ആക്ടിവിസ്റ്റുകൾ മെഴുകും കിടന്നു അല്ലേ? അവന്റെ മനുഷ്യാവകാശ പ്രശ്നം, അവന്റെ കുടുംബ പ്രശ്നം, മറ്റേ പ്രശ്നം, മറച്ച പ്രശ്നം, പറ്റിയാൽ പോലീസുകാരന് സസ്പെൻഷൻ മേടിച്ചു കൊടുക്കും, ഇല്ലെങ്കിൽ അവനൊരു ഡിസ്മിസിലെങ്കിലും എത്തിച്ചു കൊടുക്കും. ഇതാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് എന്താ, ഗുണ്ടകൾ വിളയാടുന്ന നാടായി മാറുകയാണിത്. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെയാണ് BJPയെ ആളുകൾ സ്നേഹിക്കുന്നത് എന്നുള്ളതാണ്. അല്ലാതെ ഈ രാഹുൽ ഗാന്ധി തോറ്റു കഴിയുമ്പോൾ പറയുന്ന ആരോപണങ്ങളല്ല. EVM തിരിമറി നടത്തി, ഇപ്പൊ അത് പറയുന്നില്ല. വോട്ട് ചോരി നടത്തി. ഈ വോട്ട് ചോരിയെ കുറിച്ച് സത്യം പറഞ്ഞാൽ ഈ കമന്റ് ഇടുന്നവർക്ക് യാതൊരു വിവരമില്ല. അവരുടെ വിചാരം എന്ന് വെച്ചാൽ ഈ ഭണ്ഡാരത്തിൽ നിന്ന് കൈയിട്ട് പൈസ മോട്ടിക്കുന്ന രീതിയാണ് വോട്ട് ചോരി എന്നുള്ളതാണ്. അവർ പറയാം വോട്ട് മോട്ടിച്ചില്ല, വോട്ട് ചോരി എന്താണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്നുള്ള കാര്യത്തെ കുറിച്ചൊരു വ്യക്തത സ്വന്തം അണികൾക്കില്ല എന്നാണ് എനിക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഹുൽ ഗാന്ധിക്ക് തന്നെ വ്യക്തതയില്ല, അപ്പൊ പിന്നെ അണികളുടെ കാര്യം നമ്മൾ ചോദിച്ചിട്ട് കാര്യമില്ല. അപ്പോ ഇത് പറഞ്ഞിട്ടല്ല, അതായത് ജനങ്ങൾക്ക് നന്മ ചെയ്യുന്നവർ വീണ്ടും വീണ്ടും ജയിച്ചുകൊണ്ടിരിക്കും. യുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് യുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് BJP എന്നല്ല ഒരു രാഷ്ട്രീയ പാർട്ടി അടുപ്പിച്ച് 2 തവണ അധികാരത്തിൽ വരുന്നത്. അതും യോഗി ആദിത്യനാഥിനെ പോലെ ഒരു വ്യക്തി, ഒരു സന്യാസി വരെ നമ്മുടെ അധികാരത്തിൽ എന്തുവേണമെന്ന് വരിക. അത് ചില്ലറ കാര്യമൊന്നുമല്ല. അത് വോട്ട് ചോരി നടത്തുവോ അതല്ല, ജനങ്ങളുടെ മനസ്സ്. ഞാൻ പറഞ്ഞതാണ്, ഞാൻ 2022 ഞാൻ പലവട്ടം ഈ ചർച്ചകളിൽ പറഞ്ഞിട്ടുണ്ട്. 2022 ഞാൻ അവിടെ പോകുമ്പോൾ അന്ന് ഇലക്ഷൻ കവർ ചെയ്യാൻ പോയായിരുന്നു, യോഗിയുടെ ഇലക്ഷൻ, മറ്റേ 2022 അവിടെ നിയമസഭാ ഇലക്ഷനായിരുന്നു. അവിടെ പോയപ്പോഴത്തേന് അവിടെ യോഗിയുടെ ഭരണത്തിനെതിരെ വികാരമുണ്ട്. അവർ പറയുന്നത് ഈ റോഡ് വന്നത്, ഈ വികസനം വന്നത് അവിടെ വലിയ വിഷയമാണ്. അത് അവരുടെ വിഷമം എനിക്ക് മനസ്സിലാകുന്നുണ്ട്, അവിടുത്തെ ജനങ്ങളുടെ. അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം ഈ ഗ്രാമീണരുടെ ആ വിഷയമുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രാമീണരാണ് അവിടെ കൂടുതലും. ഈ ഗ്രാമത്തിന് നടുവിലൂടെയാണ് ഈ എക്സ്പ്രസ് ഹൈവേ ഒക്കെ കടന്നു പോകുന്നത്. അപ്പൊ എന്ത് പറ്റത്തില്ല, ഇവരുടെ റിലേറ്റീവ്സ് ആയാലും ഇവരുടെ കന്നുകാലികളെ മേയ്ക്കുന്ന ഇടമായാലും രണ്ടായി. നമുക്കറിയാലോ, ഈ നാഷണൽ ഹൈവേ കടന്നു പോകുമ്പോൾ ഒരു വൻമതിൽ കണക്കായി, ചൈനീസ് വൻമതിൽ കണക്കാണ്. അപ്പുറം ഇപ്പുറം കാണാൻ പോലും ഇവർക്ക് പറ്റില്ല. ഇത് ഇവർക്കിടയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അവർ ചോദിക്കുന്നത്, എന്റെ സഹോദരിയാണ് അപ്പുറത്ത് താമസിക്കുന്നത്, ഞങ്ങൾ ഒന്നിച്ച് വൈകുന്നേരം കളിച്ച് ചിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കും, ഇനി എപ്പോൾ എങ്ങനെ പോകാൻ കഴിയും ഞങ്ങൾക്ക്? ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഞങ്ങളുടെ കന്നുകാലികളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മേഞ്ഞു നടന്നതാണ്. ഇനി എങ്ങനെ? അതായത് നമ്മുടെ സ്വാഭാവികമല്ല, നമ്മുടെ ഗ്രാമത്തിൽ കൂടെ നമ്മളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സഹിച്ചുകൊണ്ടിരിക്കുന്ന നടുവിലൂടെ ഒരു വലിയ, ഇപ്പൊ നമ്മുടെ പിണറായി വിജയന്റെ റെയിൽ വന്നാലുള്ള അവസ്ഥ എന്ന് ആലോചിച്ചത്. റെയിൽ വരുമ്പോൾ 2 സൈഡിലും വലിയ മതിലൊക്കെ വേണമല്ലോ. റെയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പുറം ഇപ്പുറം ആയിപ്പോവും. 2 മനസ്സുകൾ അകന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ വിഷമമുണ്ടല്ലോ. കുറച്ച് കഴിയുമ്പോൾ അത് ആ വികസനം കുറച്ച് കഴിയുമ്പോൾ അതുമായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുമെങ്കിൽ തന്നെ. അപ്പൊ അതിൻ്റെ അകത്തൊരു വലിയ പ്രതിഷേധമുണ്ട്. അപ്പൊ അതിനകത്തൊരു പ്രതിഷേധമുണ്ട്. പിന്നെ അവിടുത്തെ വ്യാപാരികൾക്കിടയിൽ പ്രതിഷേധമുണ്ട്. പ്രത്യേകിച്ച് അയോധ്യയില് വ്യാപാരികൾക്ക് വലിയ പ്രതിഷേധമുണ്ട്. അവന്മാർക്ക് വെറും കള്ളന്മാർ. അതിനകത്ത് സംസാരിച്ചപ്പോൾ ഇത് മനസ്സിലാകുന്നു. യോഗി അവിടെ വന്നിട്ട് പറഞ്ഞു, ഈ അയോധ്യയുടെ പരിസരത്തുള്ള കടകൾ കംപ്ലീറ്റ് ഒഴിപ്പിക്കണമെന്ന് പറഞ്ഞു. ഒഴിച്ച് നിങ്ങൾ പോകണം, നിങ്ങൾക്ക് എന്നിട്ട് കട പണിത് തരും. വാരണാസിയിലും അങ്ങനെയാണ് നമ്മൾ ചെയ്തത്. അവിടെ ഏറ്റവും കൂടുതൽ കടകളുള്ള മുസ്ലിംസിനാണ്. കടകൾ ഒഴിപ്പിച്ചിട്ടും നരേന്ദ്രമോദി കടകൾ പണിതിട്ട് അവർക്ക് കൊടുത്തു. എന്നിട്ട് അത് ഇവന്മാരുടെ ഒന്നും അല്ലത്. അപ്പം ഇവര് പറഞ്ഞു അത് പറ്റത്തില്ലെന്ന് പറയും. എന്താ കാര്യം എന്ന് അറിയാമോ? ഈ അവിടെ കട നടത്തുന്നവന്മാർ മുഴുവൻ വേറെ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ട് വാടകയ്ക്ക് എടുത്തിട്ടാണ് ഈ കട നടത്തുന്നത്. വാടക കൊടുക്കില്ല. 10 30 കൊല്ലമായിട്ട് വാടക കൊടുക്കാതെ സ്വന്തം പോലെ വെച്ചോണ്ടിരിക്കുക. ഇപ്പൊ ഈ കട പൊളിക്കുമ്പോൾ ഇതിനൊരു പൈസ കിട്ടും. ആ പൈസ ആർക്കാ പോകുന്നതെന്ന് അറിയാമോ? ഇതിന്റെ യഥാർത്ഥ ഓണർക്കാ, പട്ടായ ഓണർക്കാ പോകുന്നത്. ഇവന്മാര് പട്ടായ ഓണർമാരല്ല. ഇവന്മാര് നമ്മുടെ അടുത്ത് പറയുന്ന കാര്യം. അപ്പൊ ഞാനിത് ചോദിച്ചു. അപ്പൊ ഇവര് പറഞ്ഞു, ഞങ്ങളെ വഴിയാധാരമാക്കുന്നു, ഇവനെ ഞങ്ങൾ തോപ്പിക്കും, അതായത് എന്നൊക്കെ പറയുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് നല്ല പണം കിട്ടത്തില്ലേ? അപ്പൊ അതിനകത്ത് ഒരുത്തിന് എടുത്തു വായിക്കി ചോദിക്കുകയാണ്, ആർക്ക് പണം കിട്ടും? ഈ കടയുടെ ഓണർക്കല്ലേ പണം കിട്ടത്തുള്ളൂ, ഞങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ ഓണർ അല്ലേ? ഇല്ല, ഞങ്ങൾ വാടകയ്ക്കാരും. അപ്പൊ ഞാൻ ഓണറെ തപ്പിപ്പോയി. തപ്പിപ്പോയപ്പോ ഓണർ പറയുകയാണേ, 10 30 കൊല്ലമായി ഈ വാടക കൊടുത്തിട്ട് 5 പൈസമാര് തരത്തുമില്ല, ഇട്ട് ഒഴിയത്തുമില്ല. ഇപ്പൊ അവന്മാര് കൈവശം വെച്ചിരിക്കും. ഞങ്ങൾക്ക് നഷ്ടപ്പെടുമെന്ന് കരുതിയ ഭൂമിയിലാണ് ഇപ്പോ യോഗി ആദിത്യനാഥ് ഇപ്പൊ ഞങ്ങൾക്ക് പൈസ തരുന്നതെന്ന്. ഇനിയിപ്പോ പുതിയ കട വന്നാലും ഇവന്മാർക്ക് കൊടുക്കത്തില്ല അവര്. അതാണ് പ്രതിഷേധം. പക്ഷെ ഇവരെല്ലാം പറയുന്ന ഒരൊറ്റ കാര്യമുണ്ട് അവിടെ. അപ്പൊ എന്റെ കൂടെ അന്ന് മറ്റേ സീനൂസിലുണ്ടാകുന്ന മറ്റേ ആദർശം ഉണ്ടായിരുന്നു. അപ്പൊ അവരെല്ലാം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, പിന്നെ യോഗിയുടെ ക്രമസമാധാന നില. ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് ഗുണ്ടാര എന്ന് പറഞ്ഞു. അതിൽ നമ്പർ 1 യോഗി എന്നാണ്. അത് സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ പറയുന്നത്. അപ്പൊ അന്ന് വന്നപ്പോഴത്തെ എന്റെ കൂടെ മറ്റു ചില ദേശീയ മാധ്യമങ്ങളിലെ ജേർണലിസ്റ്റുകളുണ്ട്. അപ്പൊ അവര് പറഞ്ഞത്, ഈ അന്ന് നമ്മുടെ ഈ രാഹുൽ ഗാന്ധിയും പിന്നെ അഖിലേഷ് യാദവും കൂടെ ഒരു ബസ്സിനകത്ത് മറ്റേ വിജയുടെ കണക്കത്തെ ഒരു ബസ്സും ഒക്കെ പിടിച്ചുകൊണ്ട് വലിയ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുക എല്ലായിടത്തും. അപ്പൊ പറഞ്ഞു ഇപ്രാവശ്യം BJP തോക്കുമെന്ന് പറഞ്ഞു. പക്ഷെ എല്ലായിടത്തും സ്ത്രീകൾ യോഗി ആദിത്യനാഥിന്റെ പിന്നിലാണ് നിരക്കുന്ന കാഴ്ച. അവർ പറയുന്നത് സ്ത്രീ സുരക്ഷ ഇല്ലെങ്കിൽ സുരക്ഷയിൽ നമ്പർ 1 ആണ് യോഗി. ക്രമസമാധാനം, ഗുണ്ടകളെ മൊത്തം അടിച്ചൊതുക്കി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ഞാൻ പറഞ്ഞത് ഈ ഒരു ഒറ്റ പോയിന്റിനായിരിക്കും വോട്ട് കിട്ടുന്നത്. അല്ലാതെ അദ്ദേഹത്തിന്റെ ഈ ഗ്രാമീണർക്കിടയിലുള്ള ആ ഒരു പ്രശ്നമോ ഇല്ലെങ്കിൽ ഈ കട പൊളിക്കുന്ന പ്രശ്നമോ ഒന്നും എഫക്ട് ചെയ്യില്ല. പക്ഷെ അയോധ്യ തോറ്റു കേട്ടോ. ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് തോറ്റു പോയായിരുന്നു. അത് മറ്റൊരു കാര്യം. പിന്നീട് ഇപ്പൊ വീണ്ടും ജയിച്ചു. അപ്പം ഇങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ടായിരുന്നു അവിടെ. പ്രതിഷേധം ഉണ്ടായിരുന്നു എങ്കിൽ തന്നെയും
പക്ഷേ ഈ സ്ത്രീ വോട്ടർമാർ ഒന്നടങ്കം യോഗിക്ക് പിന്നിൽ അണിനിരന്ന ഇതാണ്. ഏതായാലും ഇതൊരു വലിയ വാർത്ത തന്നെയെന്ന് പറയാം. വളരെ സന്തോഷം തോന്നുന്നു. പക്ഷേ ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും എന്താണ് ഓപ്പറേഷൻ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്, അതായത് ഒന്ന് മുട്ടിന് താഴെ വെടിവെക്കുക, ജീവിതകാലം മുഴുവൻ അംഗഭംഗം വന്നവരായി ജീവിക്കേണ്ടി വരിക, മറ്റൊന്ന് ആദ്യ അതെ. വെടിക്ക് തന്നെ കാലപിരി പോവുക. അതാണ് യോഗിയുടെ പുതിയ ഓപ്പറേഷൻ.